ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വൺസ് അഗൈൻ ഒരു ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ രണ്ട് ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ എത്ര പേർക്കാണ് കിച്ചണിൽ നിൽക്കുമ്പോൾ കുറച്ച് നേരം കുക്ക് ചെയ്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുന്നുണ്ട്, മുട്ടുവേദന, നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, അല്ലേ, ഇങ്ങനെ എൽബോ പെയിൻ, ഇങ്ങനെ പലവർക്കും പല വേദനകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എത്ര പേർക്കാണ്? എനിക്ക് പലപ്പോഴും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും വേറെ റീസൺസ് കാരണം എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ വരാറുണ്ട്. നമ്മളിപ്പോൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവും. നമ്മൾ കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് അത് ശരിയാവും. തിരിച്ച് പിന്നെയും അത് റിപ്പീറ്റ് ആവും ആ വേദനകൾ. ഇപ്പോൾ ഡോക്ടർ വന്ന് നിങ്ങൾ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ വീട്ടിൽ നമ്മൾ പെരുമാറുന്ന ഐറ്റംസ്, അതായത് ഫേർണിച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ്, ഇതെല്ലാം നമ്മൾ കറക്റ്റ് പൊസിഷനിലല്ല വെച്ചിട്ടുള്ളതെങ്കിൽ, പ്രത്യേകിച്ച് കിച്ചണിൽ നമ്മൾ ഒരുപാട് സമയം ചിലവാക്കും, അല്ലേ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ നമുക്ക് ആ കിച്ചൻ്റെ മെഷർമെൻറ്റ്സിൻ്റെ പ്രോബ്ലംസ് കാരണമാണ് നമുക്ക് ചില വേദനകൾ വരുന്നതെന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ല നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഈ വീഡിയോ അതിനെക്കുറിച്ചാണ്. പക്ഷേ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ വളരെ നീണ്ടുപോകും. പക്ഷെ ഞാൻ ക്വിക്കായിട്ടുള്ള ടോപ്പ് 3 ഡിസൈൻ ഫ്ലോസ് കിച്ചണിൽ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ള ബാക്ക് പെയിനും നെക്ക് പെയിനും ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതിൽ ഏറ്റവും എൻ്റെ പ്രയോറിറ്റിയിൽ വരുന്ന ടോപ്പ് 3 ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ പറയാമെന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് നമുക്കിതിൽ ഒരുപാട് ചെലവിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കിച്ചൺ പണിത് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ മെഷർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ചിലവും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യവും സൂക്ഷിക്കാം എന്നുള്ളതാണ്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ബിക്കോസ് നമുക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ലോങ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ. അപ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അപ്പം വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനീത. ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനർ ബൈ പ്രൊഫഷനാണ്. ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാൻ പോരാ. അപ്പോൾ കിച്ചണിലെ നമ്പർ 1 മിസ്റ്റേക്ക് എവിടെയാണെന്ന് അറിയാം? നമ്മൾ പലരും ചെയ്യുന്നത് കൗണ്ടർ ടോപ്പ് ഹൈറ്റ് ആണ്. കൗണ്ടർ ടോപ്പ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അറിയാനുള്ളത്, കൗണ്ടർ ടോപ്പ് ഹൈറ്റ് നമ്മൾ പണിതെടുക്കുന്നത് ഓരോ വീട്ടിലെയും മേജറായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാനൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇന്ത്യൻ ഹൈറ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ യൂഷ്വലി പറയാറുള്ളത് ബിറ്റ്വീൻ 33.5 to 34.5 ഇഞ്ചസ് വരെയും നമുക്ക് കൊടുക്കുന്നത് ഐഡിയൽ ആയിരിക്കും. നമ്മൾ ഇന്ത്യൻസ് ഒരുപാട് ടോളും അല്ല, എന്നാൽ തീരെ ഷോർട്ട് ആയിട്ടുള്ളവരും അല്ല നമ്മൾ. അപ്പം അത് കാരണം ഇത് ആവറേജ് ആയിട്ട് നമുക്ക് അങ്ങനെയാണ് ഞാൻ സാധാരണ എൻ്റെ ക്ലയൻസിന് കൊടുക്കുന്നത്. ബിക്കോസ് ചില വീടുകളിൽ 2-3 പേര് കുക്ക് ചെയ്യും. സോ ഹസ്ബൻഡ് വളരെ ടോൾ ആയിരിക്കും, വൈഫ് വളരെ ഷോർട്ട് ആയിരിക്കും. അപ്പം സംവേ വി നീഡ് ടു ഹിറ്റ് ബിറ്റ്വീൻ. തീരെ താഴാനും പാടില്ല കൗണ്ടർ ടോപ്പ്, ആൻഡ് തീരെ ഹൈറ്റ് കൂടാനും പാടില്ല. അപ്പോൾ അതിനൊരു എർഗോണമിക് കാൽക്കുലേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹൈറ്റും അതിൻ്റെ നേരെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഹാഫ് ആക്കുക, പ്ലസ് 5 കൂടെ കൂട്ടണം. സോ ഇപ്പം നിങ്ങൾക്ക് ഹൈറ്റ് ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ അതിന് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 80 ആയി. 80 + 5 85. അപ്പോൾ 85 സെൻറ്റിമീറ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ 850 mm എന്നുള്ള കാൽക്കുലേഷനിലായിരിക്കും ചെയ്യേണ്ടത്. സോ ഏകദേശം അതൊരു ബിറ്റ്വീൻ 33.5 to 34.5 ഇടയിൽ അത് വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു ആവറേജ് ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത്. കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഹൈറ്റ് തീരെ ലോ ആണെങ്കിൽ നമുക്ക് ബാക്ക് പെയിൻ വരും, പിന്നെ ഷോൾഡർ പെയിൻ വരാം, നെക്ക് പെയിൻ വരാം. എന്തുകൊണ്ടാണ്? ലോജിക്കലി നമ്മൾ ഒത്തിരി ഇങ്ങനെ കുനിഞ്ഞ് സ്ലൗച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ബാക്ക് പെയിൻ ഓട്ടോമാറ്റിക്കലി വരും. അത് നമ്മൾ അറിയില്ല കേട്ടോ. അതിങ്ങനെ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ ചെയ്തു വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പ് ഹൈറ്റ് വളരെയധികം കൂടിയാൽ ഷോൾഡർ പെയിൻ വരും, എൽബോ പെയിൻ വരും, ഈ പോർഷനിൽ പെയിൻ വരാം, ആൻഡ് അപ്പർ ബാക്ക് പെയിൻ, അതായത് ഈ പുറം ഈ സൈഡിൽ നന്നായിട്ട് വേദനിക്കാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഷോൾഡറിനെ സ്ട്രെയിൻ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുക വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിപ്പം വീട്ടിൽ പല ആൾക്കാർ കുക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു 34 ഇഞ്ചസിൽ വെക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ആവറേജ് ഹൈറ്റ് വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്, ഒരു 34 ഇഞ്ചസിൽ നമുക്ക് അത് ഫിനിഷ് ചെയ്യണം. ഡിഷ് വാഷർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 35.5 to 36 ഇഞ്ചസ് നമുക്ക് വെച്ചേ പറ്റത്തുള്ളൂ. ആ കൗണ്ടർ ടോപ്പിൽ ഡിഷ് വാഷറും കൂടി അതിൻ്റെ അടിയിൽ വെക്കാൻ പ്ലാൻ ചെയ്യുന്നെങ്കിൽ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 34 ഇഞ്ചസിൽ നമുക്ക് തീർക്കാൻ പറ്റും. ആൻഡ് എല്ലാവരും ടോൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ് 36 ഇഞ്ചസ് ആണ്. അത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഹൈറ്റ് തന്നെ 36 ഇഞ്ചസിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, ഏറ്റവും മുകളിലത്തെ ടോപ്പ് ലെയർ. അപ്പം നമുക്ക് കൺവീനിയൻ്റ്ലി അപ്ലയൻസസും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ ചിലരെ വീട്ടിലാണെങ്കിൽ 36 ഇഞ്ചസിലൊക്കെ വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് അതിലുള്ള ഷോർട്ട് ആയിട്ടുള്ള പേഴ്സൺ
കുക്ക് ചെയ്യുമ്പോൾ അവർ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ചെയ്യും. അത് കൺവീനിയൻ്റ് ആണോ? ബിക്കോസ് നമുക്ക് സ്റ്റൂളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നത് എല്ലാം പ്രാവശ്യം ഇറങ്ങി കയറണ്ടേ. അപ്പം അത് വേറെ പെയിൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അടുത്തത് ഈ ഒരു ഇമേജ് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പം ഈ ഇമേജിൽ കാണുവാണെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു 3 to 4 inches ഹൈറ്റിന് നോർമൽ ക്യാബിനറ്റിൽ നിന്ന് ജസ്റ്റ് ഒരു അകത്തോട്ടൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പം 100 mm അല്ലെങ്കിൽ 10 centimeters ഹൈറ്റിന് ക്യാബിനറ്റിന്റെ ഡെപ്തിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളത്? മോസ്റ്റ് ഓഫ് ദ മോഡ്യുലർ കിച്ചൺസിൽ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇന്റീരിയർ ഡിസൈനേഴ്സ് ഇതിനെ വിളിക്കുന്നത് ടോക്കിക് സ്പേസ് എന്നാണ്. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ കാലിന്റെ ആ ടോസ് പൊതുവെ കുറച്ച് നമ്മുടെ ബോഡിയെക്കാളും കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ടോക്കിക് സ്പേസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിന്റെ അവിടെ നിന്ന് വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ആ കൗണ്ടർ ടോപ്പിൽ നിന്ന് ദൂരെയാണ് നിൽക്കുന്നത്. ബിക്കോസ് നമ്മുടെ ടോ അവിടെ പോയി തട്ടും അല്ലാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ലീൻ ചെയ്യും. അപ്പം ഫോർവേഡ് ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക് പെയിൻ വരാം, ഷോൾഡർ പെയിൻ വരാം. ആൻഡ് അതൊരു മേജർ ഡിസൈൻ ഫ്ലോ ആണ്. അതെനിക്ക് വേറെ എന്ത് അഡ്ജസ്റ്റ് ചെയ്താലും എനിക്ക് ആ താഴെ ആ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ഇൻകൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇത് കിച്ചണിൽ മാത്രമല്ല കേട്ടോ, ഈവൻ വാഷ് ബേസിൻ, ഇപ്പം നമ്മൾ കൈ കഴുകുന്ന വാഷ് ബേസിൻ അവിടെയൊക്കെയും ഈ ക്യാബിനറ്റ് അവർ താഴേന്ന് മുകളിൽ വരെ ഒരേ ഡെപ്തിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമ്മളൊരു അടുത്ത് നിന്ന് നമ്മൾ കൈ കഴുകുമ്പോഴത്തേക്ക് നമ്മുടെ ടോക്കിക് സ്പേസ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊരു ഡിസൈനിൽ ഒരു മേജർ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇന്റീരിയർ ഡിസൈൻ കമ്പനീസ് നിന്ന് മോഡ്യുലർ കിച്ചൺ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, അല്ലെ എനി ഇന്റീരിയർ ഫോർ ദാറ്റ് മാറ്റർ ചെയ്യുന്ന സമയത്ത് അവരത് ശ്രദ്ധിച്ചോളും. പക്ഷേ അല്ലാതെ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് പറയണം അറ്റ്ലീസ്റ്റ് ഒരു 3 inches സ്പേസ് എങ്കിലും അവിടെ കൊടുക്കാൻ. കണ്ടമാനം സ്പേസും വേണ്ട കേട്ടോ. 3 to 4 inchesന്റെ കുറച്ച് അകത്തോട്ട് സ്പേസ് കൊടുത്തിരുന്ന ധാരാളം മതി. നമ്മൾ ടോക്കിക് സ്പേസിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു കിച്ചണിൽ നമ്മൾ പോയി നോക്കുമ്പം താഴത്തെ കൗണ്ടർ ടോപ്പിന്റെ കീഴിലുള്ള ക്യാബിനറ്റ്സ് ഒക്കെ കുറെ കൂടെ ഡീപ്പറാണ്. പക്ഷെ മേളിലുള്ള വാൾ ക്യാബിനറ്റ്സ് എപ്പോഴും ആ കൗണ്ടർ ടോപ്പിനേക്കാളും ഓൾമോസ്റ്റ് പകുതി ഡെപ്തേ ഉണ്ടാവാറുള്ളൂ. കുറച്ച് അകത്തോട്ടായിരിക്കും. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്? കുറെ പേർക്ക് അറിയായിരിക്കും. വേറൊരു വിഷയമല്ല, നമ്മൾ രണ്ടും ഒരേ ഡെപ്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സോ ഒബ്വിയസ്ലി നമ്മൾ കുനിയുമ്പോൾ നമുക്ക് നെറ്റി തട്ടും, നമുക്ക് കൗണ്ടറിലുള്ള സാധനങ്ങളൊക്കെ ആക്സസ് ചെയ്യാനും കാണാനും ബുദ്ധിമുട്ടായിരിക്കും. സോ അത് ഞാൻ കണ്ടിട്ടുള്ളത് മേജർ ആയിട്ടുള്ള പല ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും ഡെപ്ത് കുറച്ച് തന്നെയാണ് വെക്കുന്നത്. പക്ഷെ അപൂർവം ചില വീടുകളിൽ അധികം ശ്രദ്ധിക്കാതെ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ബുക്ക് ഷെൽഫ് പണിതെടുക്കുന്ന സമയത്ത് പോലും നമ്മൾ ടേബിളിന്റെ മുകളിലുള്ളത് എപ്പോഴും നമ്മൾ കണ്ണ്, നെറ്റി ഇതെല്ലാം നമുക്ക് ഹേർട്ട് ആവാതിരിക്കാനായിട്ട് ഇങ്ങനെ ഡെപ്ത് കുറച്ച് വെക്കണം. സോ ഇതിന്റെ പകുതി വെച്ചാൽ തന്നെ ധാരാളം. യൂഷ്വലി 12 to 14 inches ഡെപ്തിലാണ് മേളത്തെ വാൾ ക്യാബിനറ്റ്സ് കിച്ചണിൽ പണിതെടുക്കുന്നത്. ആൻഡ് താഴത്തെ ക്യാബിനറ്റ്സ് യൂഷ്വലി ഒരു 20 to 22 inchesലാണ് നമ്മൾ ചെയ്യുന്നത്. ബിക്കോസ് അത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പ് ഒരു 2 more inches നമുക്ക് പുറത്തോട്ട് എടുക്കണം. അതുകൊണ്ട് ഇതേ ടോപ്പിക്കിൽ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എക്സ് ആൻഡ് പെയിൻസിനെ കുറിച്ചാണല്ലോ ഈ വീഡിയോ. അപ്പം വേറൊരു കാര്യം കൂടി വാൾ ക്യാബിനറ്റ്സിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, കൗണ്ടർ ടോപ്പിന്റെ ഹൈറ്റ് നമുക്കിപ്പോൾ അറിയാലോ, നമ്മുടെ ഹൈറ്റ് അനുസരിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കൗണ്ടർ ടോപ്പ് ഹൈറ്റ് എന്ന് നമ്മൾ വാൾ ക്യാബിനറ്റ് തുടങ്ങുന്ന, അതായത് ബിറ്റ്വീൻ ദ കൗണ്ടർ ടോപ്പ് ആൻഡ് ദ വാൾ ക്യാബിനറ്റ്, ആ ഹൈറ്റ് യൂഷ്വലി പല വീടുകളിലും വളരെ ദൂരത്തിലാണ് വെച്ചേക്കുന്നത്. അത് വളരെയധികം ഹൈറ്റിലാണ് അത് തുടങ്ങുന്നത് തന്നെ. ഇതിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. മിക്കവാറും വീടുകളിൽ കുറച്ച് ഷോർട്ടർ ആയിട്ടുള്ള ആൾക്കാർ എന്ത് എടുക്കണം എന്നുണ്ടെങ്കിലും എത്തി വലിഞ്ഞേ എടുക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് ആ ഫസ്റ്റ് ഷെൽഫ് വരെ അവർക്ക് ആക്സസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുമാത്രം ഇൻകൺവീനിയൻ്റ് ആണെന്നുള്ളത്? ഓഫ് കോഴ്സ് എത്ര ടോളായിട്ടുള്ള ഒരാളാണെങ്കിലും ഏറ്റവും മേളത്തെ ലെയറിലുള്ള ഇത് ആക്സസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് ലാഡറിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അതിനൊരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഉള്ളത് ഒരു 20 inches to 22 inches ഹൈറ്റിലാണ് കൗണ്ടർ ടോപ്പും ഈ വാൾ ക്യാബിനറ്റിന്റെ ഇത് തുടങ്ങുന്നത്. യൂഷ്വലി ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ എൻ്റെ പ്രോജക്ട്സിൽ 22 inches നമ്മൾ തുടങ്ങും വാൾ ക്യാബിനറ്റ്. പിന്നെ അതിൻ്റെ കീഴിലൊരു പെൽമെറ്റ് ചിലപ്പോൾ നമുക്ക് വെക്കേണ്ടി വരും, ഈ ലൈറ്റ്സ് അടിയിൽ കൊടുത്തിട്ട് ഹൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു 1-2 inch കൂടി താഴോട്ടാണ് വരുന്നത്, അത് മുകളിലോട്ടല്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു ഐ ലെവലിൽ തന്നെ 1-2 ലെയേഴ്സ് ഷോർട്ടായിട്ടുള്ള ഒരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കും, ഒത്തിരി എത്തി വലിയാണ്ട് തന്നെ. സോ ഇതൊരു വലിയൊരു കാര്യമാണ്. ബിക്കോസ് എസ്പെഷ്യലി ഞാൻ കേരളത്തിലുള്ള ഒരുപാട് വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ നോർമൽ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, ഈവൻ ഇന്റീരിയർ ഡിസൈനേഴ്സ് പോലും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം ഹൈറ്റിൽ വെക്കാറുണ്ട്.
നേരത്തെ പറഞ്ഞ കൂട്ടി ഇതൊന്നും വലിയ ചെലവുള്ള കാര്യങ്ങളേ അല്ല അല്ലേ? നമ്മൾ ഓൾറെഡി പണിയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നിശ്ചയിച്ചിരിക്കുന്ന ചെലവിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണ്. അപ്പം ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെ കൂടെ പെർഫെക്റ്റ് ആയിട്ടും കുറെ കൂടെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് നമുക്ക് ഹെൽത്തിനെയും കൂടെ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എപ്പോഴും ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ അത് കാണാൻ ഭംഗിക്ക് വേണ്ടി മാത്രം ആയിക്കൂടെ, അത് കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കുകയും വേണം. അത് നോട്ട് ഓൺലി മെഷർമെന്റ്സ്, ഈവൻ നമ്മൾ യൂസബിലിറ്റിയും കൂടി നമ്മൾ ആലോചിക്കണം. അതായത് എർഗോണമിക്സും കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ വാൾ ക്യാബിനറ്റിന്റെ ഹൈറ്റ് എത്ര വരെ ആകാം സീലിംഗ് എന്ന് നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ഇതിൽ വരും. എത്ര വരെ ആകാമെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 720 മില്ലിമീറ്റർ എന്നുള്ള കണക്കിലാണ് നമ്മൾ മോഡുലർ ഇത് ചെയ്യുന്നത്. പക്ഷെ അതൊരു സ്റ്റാൻഡേർഡ് ഇതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 3 ഫീറ്റ് വരെയും പൊക്കത്തിൽ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ലോഫ്റ്റും സെയിം ഡെപ്തിൽ കൊടുക്കുകയാണെങ്കിൽ കാണാൻ സ്ലീക്ക് ആൻഡ് നൈസ് ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതും അല്ലാന്നുണ്ടെങ്കിൽ നല്ല ക്യാബിനറ്റ്സ് നല്ല രീതിയിൽ അപ് ടു ദ സീലിംഗ്, ഇപ്പോൾ 9 ഫീറ്റ് ഹൈറ്റിൻ്റെ സീലിംഗ് ഉണ്ടെങ്കിൽ എത്രയോ അടുത്ത് ഞാൻ അതൊരു 8 ഫീറ്റ് വരെ കൊണ്ടുപോയി ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ഒരു ഫോൾ സീലിംഗ് കൊടുത്ത് നിർത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഒത്തിരി ടെക്നിക്കൽ കാര്യങ്ങൾ നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനൊരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ ഈ ലാസ്റ്റ് കുറച്ച് പോർഷൻ പറഞ്ഞതേ ഉള്ളൂ. സോ അപ്പം നമുക്ക് ടോപ്പ് 3 ഡിസൈൻ ഫ്ലോസിൽ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ ചിലവ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് കൗണ്ടർ ടോപ്പ് ഹൈറ്റ്, രണ്ടാമത്തത് ടോക്കിക് സ്പേസ്, ആൻഡ് മൂന്നാമത്തത് വാൾ ക്യാബിനറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ഡെപ്ത് എന്താണ് എന്നുള്ളതും കൂടിയാണ്. ഈ 3 കാര്യങ്ങൾ വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.